അധ്യായം 5. വരുണിന്റെ വീട്ടിലേക്ക് സഞ്ജയ് ചെല്ലുമ്പോൾ മിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരുൺ എവിടെ? ഇപ്പൊ വരും, സഞ്ജയ് ഇരിക്കെ. മിയ അകത്തേക്ക് ക്ഷണിച്ചു. വേണ്ട, അവനോട് വൈകുന്നേരം വീട്ടിൽ വരാൻ പറ, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. മിയ ഉള്ളിൽ ഉയർന്നു വന്ന ദേഷ്യം അടക്കി. എന്ത് തരം സ്വഭാവമാണിത്, മുരടൻ. സഞ്ജയ് തിരിഞ്ഞിറങ്ങാൻ പോകും നേരം വരുണിന്റെ കാർ ഗേറ്റ് കടന്നു വന്നു. നിന്റെ ഫോണിൽ എന്താ പറ്റിയേ? അവൻ അടുത്തേക്ക് ചെന്നു. ചാർജ് തീർന്നു. എന്തേ? ഒലക്ക, നീ വന്നേ. മിയ, ഐ ആം സോറി, ഇവൻ ഇന്ന് വരില്ല കേട്ടോ, ഇവൻ തിരുവനന്തപുരം വരെ പോവാ. വരുൺ അന്തം വിട്ട് ഭദ്രകാളിയായി മാറിയ മിയയെ നോക്കി. ഞാനോ? എന്തിന്? എപ്പോ? അവൻ വിക്കി. നീ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങ്, എന്നിട്ട് എൻ്റെ കാറിൽ കയറ്. നമ്മൾ രണ്ടുപേരും കൂടിയാ പോകുന്നത്. എടാ കോപ്പേ, എടാ ഞാനെൻ്റെ ഭാര്യയോട് പറയട്ടെ? നിന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു. അവൻ വരുണിൻ്റെ കാറിൻ്റെ ഡോർ തുറന്നു. എടാ, ഒന്ന് മൂത്രം ഒഴിക്കാൻ സമയമെങ്കിലും താ, പോകുന്ന വഴി ഒഴിക്കാം. മിയ, ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസം ആരെങ്കിലും വിളിച്ച് കൂട്ടുകിടത്ത് പ്ലീസ്. മിയ വരുത്തിക്കൂട്ടി ഒരു ചിരി ചിരിച്ചു. വരുൺ അവൻ്റെ കാറിൽ കയറും മുൻപേ ഒന്ന് തിരിഞ്ഞു നോക്കി. മിയ വാതിലടച്ച് പോയി കഴിഞ്ഞു. ടാ തെണ്ടി, നിനക്ക് ഫോണിലുണ്ടാക്കിക്കൂടായിരുന്നോ? ഞാൻ ഇനി എന്തെല്ലാം അനുഭവിക്കണം കർത്താവേ. നിന്റെ ഫോൺ ഓഫല്ലായിരുന്നോ മുത്തേ? അവൻ ചിരിച്ചു. അയ്യോ, എന്താ പഞ്ചാര, എന്നതാ കാര്യം? നീ ഈ വീഡിയോ കാണ്. അവൻ മൊബൈൽ എടുത്ത് കയ്യിൽ കൊടുത്തു. അവൻ വീഡിയോ പ്ലേ ചെയ്തു. നീ പിന്നെ അടിയുണ്ടാക്കാൻ പോയോ? ന്യൂസിൽ കണ്ടില്ലല്ലോ. ഇതേതാ ഈ പെണ്ണ്? വീഡിയോ സെറ്റ് ചെയ്ത് അടിയുണ്ടാക്കിയോ നീ? അത് വൈറലായതാടാ, നീ കണ്ടില്ല? പിന്നെ എനിക്കതല്ലേ പണി. അതുപോട്ടെ, എന്താ സംഭവം? അതാണ് ഗൗരി. വരുൺ ഞെട്ടലോടെ ആ വീഡിയോ ഒന്നുകൂടി നോക്കി. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. എന്ത് ഭംഗിയാ കർത്താവേ, നമ്മുടെ സായി പല്ലവിയുടെ ഒരു ചായകാച്ചൽ. ആ നടിയെ എനിക്ക് തീരെ ഇഷ്ടമല്ല വരുൺ. അവൻ്റെ ശബ്ദം പരുക്കനായി. പിന്നെ അവൻ ആ സംഭവം വിവരിച്ചു. കൂടാതെ അമ്മ പോയതും കല്യാണം നിശ്ചയിച്ചതുമെല്ലാം. നീ കാര്യമായിട്ടാണോ? കല്യാണം ഉടനെ ഉണ്ട്, ഡേറ്റ് അമ്മ ഫിക്സ് ചെയ്യും. എടാ, ഒരു പാവം കൊച്ചാണെന്നാ തോന്നുന്നേ, കണ്ടാലും ചെറിയ കുട്ടി മാതിരി. വേണ്ടടാ പ്ലീസ്. അവൻ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. എൻ്റെ വെഡ്ഡിംഗ് ഡ്രസ്സ് നീ സെലക്ട് ചെയ്യണം, അതിനായി യാത്ര. എന്തിനാടാ മഹാഭാബി എന്നെ കൂടി ഈ പാപത്തിൽ ചേർക്കുന്നേ? നീ മാത്രല്ലേ ഉള്ളൂ എനിക്ക്. സഞ്ജയ് അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. വരുൺ നിശബ്ദനായി. സഞ്ജയ് അവൻ്റെ ദൗർബല്യമാണ്. എന്നും അതങ്ങനെ തന്നെയായിരുന്നു. സഞ്ജയെ വേദനിപ്പിക്കാൻ അവന് കഴിയാറില്ല. നമുക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാം. ഒരു പക്ഷെ കല്യാണത്തിന് മുന്നേ ആകെ കിട്ടുന്ന കുറച്ച് നല്ല ദിവസം ഇതാവും. അമ്മ വീട്ടിലുണ്ട്. വെള്ളമടി നടക്കുകയില്ല, ബാക്കിയൊക്കെ സെറ്റ്. വെള്ളം വെളിയിൽ കിട്ടും. ഞാനേ പാലക്കാരൻ നസ്രാണിയാ. വെള്ളമില്ലാത്ത ഒരു പരിപാടിക്കും ഞാനില്ല മോനെ. ഓ തരാം പണ്ടാരം. അവൻ കാറിൻ്റെ വേഗത കൂട്ടി. ഗൗരിയുടെ വീട്. ഏട്ടനെ കാണാൻ ഞാൻ പോയി. എൻ്റെ കല്യാണത്തിന് ഏട്ടനില്ലാതെ ഏട്ടൻ വരുന്നവരെ കാത്തിരിക്കാൻ അവരോട് പറയാൻ പപ്പ. അവൾ സങ്കടത്തോടെ അപ്പയെ നോക്കി. അയാളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. മിണ്ടിപ്പോകരുത് ആ പേര്. ഏട്ടൻ പോലും. നിന്നെക്കുറിച്ചോ ഞങ്ങളെക്കുറിച്ചോ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അവനിത് ചെയ്യൂ? നമ്മളിങ്ങനെ നാട് വിട്ട് പേടിച്ചോളിച്ച് ജീവിക്കേണ്ടി വരുമോ? ആ മരിച്ച പെണ്ണിൻ്റെ അനിയൻ ചെക്കന് ഇനിയും ദുർബുദ്ധി തോന്നിക്കൂടായികയില്ല. അന്ന് ആരുണ്ടാവും നിന്നെ രക്ഷിക്കാൻ? നീ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പാറു, നീ മാത്രം. നിനക്കൊരു നല്ല ജീവിതം. ഇതിലും നല്ല ഒന്നാ അപ്പയെ കൊണ്ട് സാധിക്കില്ല മോളെ. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അത് കേട്ട് അരികിലിരുന്നു. മോൾ ഒന്നും ഓർക്കണ്ട, കല്യാണം നടക്കും വരെ അപ്പയുടെ നെഞ്ചി തീയ. അവൾ മെല്ലെ അപ്പയുടെ മടിയിൽ തലവച്ച് കിടന്നു. എൻ്റെ മോളെങ്കിലും സന്തോഷമായിരിക്കെ. അപ്പ ആ നെറ്റിയിൽ കുനിഞ്ഞുമ്മ വെച്ചു. ആഴ്ചകൾക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിൽ. വിവേകിനൊരു വിസിറ്ററുണ്ട്. ജയിലർ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ വിവേകിന് അതിശയം തോന്നി. തന്നെ കാണാൻ ആര് വരാനാ? ഈ 7 വർഷങ്ങളിൽ ആകെ വന്നത് സഹപാഠി മാത്യു മാത്രമാണ്. അവൻ ദുബായിലേക്ക് പോയിക്കഴിഞ്ഞ് പിന്നെ ആരും വന്നിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ അവൻ അവധിക്ക് വന്നിട്ടുണ്ടാകുമോ? അവൻ സന്ദർശന മുറിയിലെത്തി. അവിടെയല്ല വിവേക്, ഇവിടെ. പോലീസ് ഓഫീസറുടെ മുറി ചൂണ്ടി ജയിലർ പറഞ്ഞു. SP ക്കൊന്ന് കാണണമെന്ന്. ചെന്നോളൂ. അവൻ അമ്പരപ്പോടെ അകത്തേക്ക് ചെന്നു. ആളെ കണ്ടതും അവൻ നടുങ്ങിപ്പോയി. സഞ്ജയ്. ഏതിരുട്ടിലും അവനെ അറിയാം. എത്ര വർഷം കഴിഞ്ഞാലും അവനെ മറക്കില്ല. തോക്കിനും പിടയ്ക്കുകയായിരുന്നു സഞ്ജയ്.
തോക്കിൻ മുനയുടെ മുന്നിൽ കൃത്യമായി അവൻ്റെ മുഖം വന്നപ്പോൾ സഞ്ജയ് ഒന്ന് ചരിഞ്ഞു നോക്കി. എന്നെ മറന്നിട്ടില്ലല്ലോ? വിവേകിന് ശബ്ദം നഷ്ടപ്പെട്ടു. എൻ്റെ കല്യാണമാണ്. ഫസ്റ്റ് ഇൻവിറ്റേഷൻ നിനക്കാ. ദാ. വിവേക് വിറക്കുന്ന കൈകൾ കൊണ്ടത് വാങ്ങി. തുറന്നു നോക്ക്. വിവേക് അത് തുറന്നു. സഞ്ജയ് വെഡ്സ് ഗൗരി. അവൻ ഞെട്ടി പകച്ച പോലെ തോന്നിച്ചു. സഞ്ജയ് അത് ആസ്വദിക്കുകയായിരുന്നു. നിന്റെ പാറു തന്നെ. എടാ. ഒരലർച്ചയോടെ വിവേക് സഞ്ജയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. സഞ്ജയ് മൃദുവായി ആ കൈ എടുത്തു മാറ്റി. അപ്പം നിനക്ക് മനസ്സിലായി ഞാൻ ഭാര്യയായിട്ട് വാഴിക്കാനല്ല അവളെ കെട്ടുന്നതെന്ന്. സഞ്ജയ് പ്ലീസ്, എൻ്റെ പാറുവിനെ ഒന്നും ചെയ്യരുത്. അവൾ പാവമാ സഞ്ജയ്. ഞാൻ നിന്റെ പെണ്ണിനെ കൊന്നതല്ല. അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അറിഞ്ഞുകൊണ്ടല്ല. ഞാൻ എന്തിനാ സഞ്ജയ് മീനാക്ഷിയെ കൊല്ലുന്നത്? ആലോചിച്ച് നോക്ക്. ആക്സിഡൻ്റ് ആയിരുന്നു എങ്കിൽ അപ്പം നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അലക്സ് എന്താ സാക്ഷി പറയാൻ കോടതി വരാതിരുന്നത്? നീ മീനാക്ഷിയെ സ്നേഹിച്ചിരുന്നു. എൻ്റെ ഒപ്പം അവളെ കണ്ട വൈരാഗ്യം, അതല്ലേ നീ? വിവേക് എന്തോ പറയാൻ വന്നിട്ട് നിർത്തി. ഇതിൽ പാറു എന്തിനാ സഞ്ജയ്? നിന്റെ ശത്രു ഞാനല്ലേ? എന്നെ കൊല്ലു നീ. അവൻ ദയനീയമായി പറഞ്ഞു. എന്തിന്? എന്നിട്ട് ഞാൻ ജയിലിൽ കിടക്കണോ? ഗൗരി എൻ്റെ കൂടെ ജീവിക്കും. ഒരു ഭാര്യ ജീവിക്കും പോലെ ആവില്ലത്. അവളുടെ നരകം കണ്ട് നീ ഒടുങ്ങുന്ന അന്ന് ഞാൻ അവളെ ഉപേക്ഷിക്കും. അതാണ് നിനക്കുള്ള എൻ്റെ ശിക്ഷ. സഞ്ജയ് പറഞ്ഞ് അവസാനിപ്പിച്ചു. സഞ്ജയ്, നിനക്ക് ജീവിതം വേണ്ടേ? ഈ പ്രതികാരത്തിനിടയിൽ അത് മറന്നുപോയോ നീ? വിവേക് ചോദിച്ചു. എൻ്റെ ജീവിതം എൻ്റെ മീനാക്ഷിയായിരുന്നു. അവൾ മരിച്ച അന്ന് ഞാനും മരിച്ചു. ഇത് പുതിയ സഞ്ജയ്. പുതിയ സഞ്ജയുടെ ജീവിതം ഇതാണ്. അവനൊന്ന് പുഞ്ചിരിച്ചു. പോട്ടെ വിവേക്, നിൽക്ക്. പാറുവിനെ. അവൻ ഇടറിപ്പോയി. എന്നിട്ട് നിർത്തി. പാറുവിനെ നീ ഉപദ്രവിക്കരുത് സഞ്ജയ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. അവൻ നിലത്തിരുന്നു. സഞ്ജയ് അവനെ നിലത്ത് നിന്നുയർത്തി. അവൾക്ക് ഞാൻ വിധിച്ചിരിക്കുന്നത് നരകമാണടാ. നീ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള നരകം. വിവേക് പൊട്ടിക്കരഞ്ഞുപോയി. സഞ്ജയ് ചിരിച്ചുകൊണ്ട് ആ കരച്ചിൽ നോക്കി നിന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.